ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് അടിക്കാൻ പോകുന്നത് ഒരു റഫല്ലോ ഫ്രോക്കാണ് കേട്ടോ. ബേബി ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ സ്കേർട്ട് ഭാഗത്തിൽ വരുന്ന ഇറക്കം എന്ന് പറഞ്ഞാൽ 11.5 ഇഞ്ചാണ്. അപ്പോൾ അത് വെച്ച് കട്ട് ചെയ്ത് 2 പീസ് കേട്ടോ. ബാക്കി വരുന്ന തുണി ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് 8.5 ഇഞ്ചാണ് നമ്മുടെ ബോഡി ഭാഗത്തിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ വണ്ണം വരുന്നത് നമുക്ക് 7 ഇഞ്ചാണ് കേട്ടോ. തയ്യൽ തുമ്പ് അടക്കം ഇട്ടിട്ടാണ് 7 ഇഞ്ച് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് ഷോൾഡർ കൊടുക്കാം. ഷോൾഡർ 4 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോൾസിന് വേണ്ടി കൈക്കുഴി കൊടുക്കുന്നത് 3.5 ഇഞ്ചിലാണ് കേട്ടോ. ഈ രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയും അതായിട്ട് എന്നിട്ട് അപ്പോൾ ഒരു സ്ക്വയർ പോലെ കിട്ടും. ആ സ്ക്വയറിലൂടെ നമുക്കൊന്ന് കർവ് പോലെ വരച്ചെടുക്കാം. ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. അതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുത്ത് അത് മാറ്റി അതിന് ശേഷം അതിൻ്റെ അടിഭാഗം ഒന്ന് ചെരിച്ച് വിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇത് തൂങ്ങിപ്പോവും. അതിന് ശേഷം കഴുത്ത് 2.2 സ്ക്വയർ പോലെ വരച്ച് അതും ബട്ടനോ ചതുരനോ ഏത് ഡിസൈനിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയുള്ള ബോഡി ഭാഗത്തിൻ്റെ കട്ടിങ്ങിന് സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുടുക്ക് വയ്ക്കാൻ ഒരു വെട്ട് കൊടുത്തു. അതിനുശേഷം കഴുത്തിൽ ഒരു ക്രോസ് വെട്ടി കഴുത്തടിച്ച് മറയ്ക്കുക കേട്ടോ. സാധാരണ നമ്മൾ നെക്ക് വെക്കണ മാതിരി തന്നെ മറയ്ക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട് കഴുത്തും വയ്ക്കുക. ഇത് ബാക്കാണ്, അതേപോലെ ഫ്രണ്ട് വയ്ക്കുക. ഫ്രണ്ട് വെച്ച് മറക്കണതിന് മുന്നേ തന്നെ ഷോൾഡർ കൂട്ടുക. മറ്റേ ഉള്ളിലേക്ക് മറച്ച് വരുന്ന ഷോൾഡർ അതേമാതിരി കൂട്ടുക. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈ ഈ പ്രാവശ്യം ഇതേപോലെ തുണി വെച്ച് മറച്ചടിക്കണം ചെയ്ത് ഇതേപോലെ നീളം 2 കഷ്ണം വെട്ടി അതിൽ ഫ്രില്ലിടുക. ആ ഫ്രില്ല് വേണം നമ്മുടെ ബോഡിയുടെ ഇവിടെ ഇത് കൊടുക്കാൻ, അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അത് റഫല്ലോ ഫ്രോക്കാണല്ലോ. അപ്പോൾ ഈ ബോഡിയിൽ ഇവിടെ നമ്മളിങ്ങനെ രണ്ടും സെയിം അളവിൽ കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് ഇങ്ങനെ ചെരിച്ചൊരു ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ 2 പീസ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ആ 2 പീസും നല്ല ഫ്രില്ല് വെച്ച് കണ്ടോ ഇതേപോലെ നല്ലപ്പുറം കൂട്ടി വയ്ക്കുക. തുമ്പുഭാഗം നമ്മുടെ കഴുത്തേക്ക് വരുന്ന രീതിയിൽ വെക്കണം. അപ്പോഴാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പുറത്തേക്ക് ആയി നിൽക്കുള്ളൂ. എന്നിട്ട് 2 അടി വീതം അടിച്ചു കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കണ്ടെങ്കിൽ നേരെ വെച്ചിട്ട് 2 അടി വീതം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രില്ല് അറ്റാച്ച് ആയി വരും. ഇതേ ഫ്രില്ലൊക്കെ അടിച്ച് നമ്മുടെ ബോഡി ഭാഗം സെറ്റായി ഇനി വെട്ടി ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം സ്കേർട്ട് ഭാഗം എടുക്കുക. സ്കേർട്ട് ഭാഗം ഈ 2 പീസായി എടുത്തിട്ടുണ്ട്. അതിൽ ഓരോ പീസും നമ്മൾ അരവണ്ണത്തിനനുസരിച്ച് ഫ്രില്ലിട്ട് വെച്ച് കൊടുക്കുക. ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബോഡിയും നമ്മുടെ സ്കേർട്ടും തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടും നല്ലപ്പുറം കൂട്ടിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴും 2 സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പൂരം കോസ്റ്റ്യൂമും കൂടെയാണ് കേട്ടോ. ഇത് ബാക്ക് ഭാഗമാണ് കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ മുകളിലിട്ടിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.